ULCCS ശതാബ്ദി ആഘോഷം കുടുംബസംഗമം സംഘടിപ്പിച്ചു. ഇരിങ്ങൽ സർഗാലയിൽ വെച്ച് നടന്ന കുടുംബസംഗമത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പങ്കെടുത്തു. ULCCS ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനത്തോടനുബന്ധിച്ച് നടക്കുന്ന വിവിധങ്ങളായ പരിപാടികളുടെ ഭാഗമായാണ് കുടുംബസംഗമം സംഘടിപ്പിച്ചത്. കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും മത്സരങ്ങളും ഇതോടനുബന്ധിച്ച് നടത്തിവരുന്നുണ്ട്. കുടുംബസംഗമത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, MLA, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മുസ്ലിം ലീഗ് നേതാവ് ഡോക്ടർ MK മുനീർ, BJP കോഴിക്കോട് നോർത്ത് ജില്ലാ പ്രസിഡന്റ് CR പ്രഫുൽ കൃഷ്ണൻ, CK നാണു, V കുഞ്ഞാലി, PM സുരേഷ് ബാബു, N വേണു, CK കരീം, അഡ്വക്കേറ്റ് PG പ്രസന്നകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തൊഴിലാളികളുടെ തന്നെ മുതലാളി എന്ന് പറഞ്ഞില്ല, തൊഴിലാളികളാണ് അതിൻ്റെ ഉടമ എന്ന് പറയുന്നത് നല്ലത്. ആ പദം ഉപയോഗിക്കുകയാണ് നന്നാകുക. തൊഴിലാളിയാണ് ഇതിൻ്റെ ഉടമ. തൊഴിലാളികളുടെ ഉടമയായ അവരുടെ ശേഷി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സാധാരണ തൊഴിലാളി മുതൽ AI മേഖല കൈകാര്യം ചെയ്യുന്നു, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൈകാര്യം ചെയ്യുന്ന ആധുനിക തൊഴിലാളികളെ കൂടി പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾച്ചേർത്തുകൊണ്ട് ഇവിടെ നമ്മുടെ സൊസൈറ്റി ലോകത്തിലെ പ്രമുഖ സ്ഥാനത്ത്, ഏഷ്യയിലെ 1ാം സ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്, നമ്മളെല്ലാം കണ്ടത്, കേട്ടത്. ഇനിയും നമുക്ക് മുന്നോട്ടേക്ക് പോകണം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഭൂതകാലത്തിൻ്റെ ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന ചിത്രമാണ്. ഇനി നമുക്ക് ഏഷ്യ വൻകര മാത്രമല്ല, ലോകത്തിൽ ഞാൻ കണക്കുകൂട്ടി നോക്കിയപ്പോൾ 24 അവാർഡ് കിട്ടിയിട്ടുണ്ട്. സാർവദേശീയമായിട്ട് ദേശീയമായിട്ട് കേരളത്തെ അടിസ്ഥാനപ്പെടുത്തിയത് 24 അവാർഡുകൾ ഇതിനകത്ത് അവർ തയ്യാറാക്കിയ പോഷകൾ കൃത്യമായിട്ട് ഓരോന്നായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഞാനത് നോക്കി 3 അട്ടിയിലായിട്ട് 8 വീതമുണ്ട്. 24 അതൊന്നും ഓരോന്നും പറയാനൊന്നും ഞാൻ സമയം മെനക്കെടുക്കില്ല. സാർവദേശീയ അംഗീകാരം മുതൽ കേരള അംഗീകാരം വരെ ഈ അംഗീകാരം വെറുതെ ഒന്നുമല്ല, തേടി വന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചില അംഗീകാരങ്ങൾ രമേശൻ ബാലയിലേക്കും ലഭിച്ചിട്ടുണ്ട്, സാർവദേശീയമായിട്ടും ദേശീയമായിട്ടും. അപ്പോൾ നമുക്കറിയാലോ, കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി, ഞാൻ മറ്റു വിശദീകരണത്തിലും നടക്കുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി നാഷണൽ ഹൈവേയാണ്. 66 നാഷണൽ ഹൈവേ 66-ൽ കലപ്പാടി മുതൽ ചെറുക്കള വരെ 1ാമത്തെ റീച്ച്. ആ 1ാമത്തെ റീച്ച് വലിയ മത്സരത്തിൽ തന്നെയാണ് ഒരാളെന്ന സൊസൈറ്റി വാങ്ങിയത്. അദാനിയോടാണ് മത്സരിച്ചത്. അദാനിയോട് ഞാൻ നിരവധി കുറ്റങ്ങളെന്ന് പറഞ്ഞാണ്. അദാനിയോട് മത്സരിച്ചിട്ട് അതിൻ്റെ 1ാമത്തെ റീച്ച് തന്നെ കലപ്പാടി മുതൽ ചെറുക്കള വരെയുള്ള റീച്ച് നമ്മുടെ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് കിട്ടിയത്. അങ്ങനെ കിട്ടിയെന്ന് പറയാനല്ല ഞാനിത് ഈ സന്ദർഭം ഉപയോഗിക്കുന്നത്. ഇന്ന് കേരളത്തിൽ നടന്നു വരുന്ന നാഷണൽ ഹൈവേ 66-ൻ്റെ മിക്കവാറും ജോലി പൂർത്തിയാക്കി എന്ന് കേന്ദ്ര വകുപ്പ് മന്ത്രി തന്നെ, റോഡ് വികസന വകുപ്പ് മന്ത്രി തന്നെ ഗഡ്കരി ആവേശത്തോടെ ചൂണ്ടിക്കാണിച്ച ആ കോൺട്രാക്ടർ വേറെയാരുമല്ല, ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ്. കേരളത്തിൽ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ ആ വർക്ക് നടക്കുകയാണ്. 66 നാഷണൽ ഹൈവേ 66-ൻ്റെ വർക്ക്. ആ വർക്കിൽ ഏറ്റവും ഫലപ്രദമായി ആ വർക്കിൻ്റെ ഏതാണ്ട് അവസാന ഘട്ടം വരെ പൂർത്തീകരിച്ചിട്ടുള്ള 1ാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് എന്നുള്ളത് ഏത് വർക്കാണ് ഈ ഒഴിവാക്കേണ്ടത് എന്ന് മാത്രം നോക്കിയാൽ മതി. ഏത് വർക്കെടുക്കുന്നതിൽ നിന്നാണ് ഊരാളുങ്കൽ ഒഴിവാക്കാനാവുക? ഊരാളുങ്കലിനെ പറ്റി വിമർശിക്കുന്നവരുണ്ട്, അത് ഒറ്റ വിമർശനമുള്ളൂ. അവർ പറഞ്ഞതുപോലെ കൃത്യസമയത്ത് പൂർത്തിയാക്കും, നല്ല ഗുണമേന്മയോടെ എന്നുള്ളതാണ് ഊരാളുങ്കലിനെ പറ്റി പറയാവുന്ന ഒരേ ഒരു കാര്യം.